എൻ്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പറയുകയാണ് ഞാൻ പെരുന്നാളായിട്ട് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പെങ്ങന്മാരും കുട്ടികളും സർവ്വ കുടുംബക്കാരും നമ്മളെ മക്കളെ എല്ലാവരും തറവാട്ടിങ്ങനെ വരും, ഉപ്പാനിമാരുടെ അടുത്തേക്ക് വരും. നല്ല രസമാണ് അത്. എല്ലാവരും വീട്ടിലും വരുമ്പോഴല്ലേ ഇപ്പം എല്ലാവരും അന്നത്തെ ദിവസം വാപ്പാനും ഉമ്മാനും കാണാനും ആ കുടുംബത്തിലൊരു പിന്നെയും ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാ ബന്ധങ്ങളും ഒരുമിച്ച് കൂട്ടുന്നത്. പിന്നെ വാപ്പിമ്മയും മരിച്ചാൽ പിന്നെ കുടുംബ പ്രശ്നവും സ്വത്തിൻ്റെ പേരിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടനും അഞ്ചന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി പിരിഞ്ഞിട്ടൊക്കെ ചിലരാക്കിയവർ അങ്ങനെ ഉണ്ടാവും. ചിലർ ആ ബന്ധം, ആ സ്നേഹബന്ധം ഒന്നും നിലനിർത്തി പോണവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള നല്ല രസമാണ് വീട്ടിൽ നമ്മൾ നാട്ടിൽ ചെന്നാൽ. ഇപ്രാവശ്യം നാട്ടിലേക്കൊന്നും ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്ത് രാവിലെ ഈ പെരുന്നാൾ സുബഹി നിസ്കരിച്ചിട്ട് പെരുന്നാൾ നിസ്കാരം കഴിച്ചിട്ട് അങ്ങനെ പോയി റൂമിൽ പോയി കിടന്നു പറഞ്ഞു. കാരണം ഈ 30 ദിവസം ഈ പുണ്യ റമദാൻ മാസത്തിൽ 30 ദിവസം ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതാണ്, ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിയിട്ട് സംസുഖ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല, സൈലൻ്റ് ആക്കിയാണ്. പിന്നെ ഞാൻ അലറം വെച്ചിരുന്നു 12:45. കാരണം സംസുഖ വിളിച്ച ഓറസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പോവാച്ചിട്ട് ആ ഒന്നും ബെല്ലടിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. 2 മണിക്കാണ് നീക്കണം. അങ്ങനെ പെട്ടെന്ന് ചാടി നീച്ച് വേഗം സംസുഖാൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്ത് വീണ്ടും പള്ളിക്ക് പോയിട്ട് വഹോറസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് അങ്ങനെ കിടന്നു ഉറങ്ങി. എന്താ അങ്ങോട്ട് പറയാ വെച്ചാൽ എല്ലാവരും അങ്ങോട്ട് കൂടെ കറങ്ങാൻ പോവുക. ഞാൻ കറങ്ങാനല്ല പോയത്, ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങിയിട്ട് ഞാൻ തന്നെ ലോകം മുഴുവനും കറങ്ങുക. അത് ഭയങ്കര രസം. എന്തോ ഒരു വലിയൊരു സ്വപ്നം കണ്ട് റബ്ബേ, എന്തെങ്ങോട്ട് പറയാ. ഞാൻ തന്നെ ഇങ്ങനെ പൊന്തി പോവുക, എല്ലായിടത്തും ഇങ്ങനെ പൊന്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയിൽ ആൾക്കാർ ആ പോണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും കാണിച്ചാൽ ഞാനാച്ചാലോ ഇതിങ്ങനെ പൊന്തി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകണ്ടേ. സ്പീഡിൽ പോകണമെന്നില്ല, കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പോവുക. എത്രയോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ഞാൻ പോകണമെന്ന് അറിയോ. അങ്ങനെ എനിക്കാച്ചാൽ പേടി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരിനെ തല്ലും ചെയ്യും. കാരണം കണ്ണി കാണാൻ പരിചയമില്ലാത്തതല്ലേ. ബിൽഡിങ്ങിൻ്റെ മുകൾക്ക് എവിടെയും നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ ചിലയിടത്ത് ഞാൻ ആരും കാണാതെ പോയിട്ട് നിൽക്കുന്നുണ്ട് മുകളിൽ. അവിടെ നിന്ന് പിന്നെ ഒരു പെൺകുട്ടി അവിടെ എല്ലാവരും ഒരു പെൺകുട്ടി എന്നെ സ്നേഹിക്കുകയാണ്. എന്തെങ്ങോട്ട് പറയാ, ഓള് ആ പെൺകുട്ടീനെ സ്നേഹിക്കും. ഞാൻ എങ്ങനെയൊക്കെ അവിടെ ഇറങ്ങിപ്പെട്ട് ഏതോ സ്ഥലത്ത് ആ പെൺകുട്ടിക്ക് എന്താ റബ്ബേ. എന്നാൽ പെൺകുട്ടി കാണാനും നല്ല രസമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങോട്ട് കറുത്തൊരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞ ഐ ലവ് യു എന്ന്. ഞാൻ എന്തെങ്ങോട്ട് പറയാ. ഞാൻ പറയും മൂത്രയിക്കാണ്ടെന്ന് പറയണ്ടേ, എവിടെയെങ്കിലും കഴിച്ചായി കിട്ടണ്ടേ. കാരണം അവിടേക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെയും പൊന്തി. ആ പൊന്തിൽ നേരെ ഇറങ്ങിയ ആൾ ഒരു കാര്യം പറയാൻ പറ്റും.